പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്നീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അത് ആർക്കൊക്കെ അപേക്ഷിക്കാം, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇതിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 541/2025 ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം. നമ്മുടെ പോസ്റ്റിന്റെ പേര് നോക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നാണ്. സ്കെയിൽ ഓഫ് പേ നോക്കി 55,200 തൊട്ട് 1,15,300 വരെയാണ്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കുക, 20 തൊട്ട് 40 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ദെൻ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ആണ്. അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി 14/1/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് പരിശോധിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ 551/2021 ആയിരുന്നു. പരീക്ഷ നടന്നത് 18/6/2023 അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു. 21,195 പേരാണ് അന്ന് അപ്ലൈ ചെയ്തത്. പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവര് 5,945 പേർ മാത്രമാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/9/2024 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 17 ആണ്. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 69.67 ആണ്. OMR പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക് 81.67 ആയിരുന്നു. ഇതുവരെ 15 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആണ്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/9/2025 അപ്പൊ ഇതിന്റെ ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ഉടൻ തന്നെ എക്സ്പയർ ആകും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് 2 പേര് അവർ അസിസ്റ്റന്റ് പ്രൊഫസർ അഡ്വൈസ് കിട്ടി ജോയിൻ ചെയ്തവരാണ്. അവർക്ക് ഈ പോസ്റ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ തീരും. ഒഫീഷ്യലി അത് എൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ലിസ്റ്റ് അൺഒഫീഷ്യലി നോക്കുവാണെങ്കിൽ അത് എക്സ്പയർ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സെലക്ഷൻ സ്റ്റേജ് നോക്കുവാണെങ്കിൽ റിട്ടൺ എക്സാം 100 മാർക്ക്, അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് 20 മാർക്ക്. അങ്ങനെ OMR പരീക്ഷയ്ക്ക് 100 മാർക്കും ഇന്റർവ്യൂവിന്റെ 20 മാർക്കും ചേർത്ത് 120 മാർക്കിലാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ 100 മാർക്കിന്റെ OMR പരീക്ഷയിൽ 12 മാർക്കിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, 12 മാർക്കിന് തെർമോഡൈനാമിക്സ്, 12 മാർക്കിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്, 12 മാർക്കിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, 14 മാർക്കിന് തെർമൽ എഞ്ചിനീയറിംഗ്, 14 മാർക്കിന് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്, 12 മാർക്കിന് പ്രൊഡക്ഷൻ ടെക്നോളജി, 12 മാർക്കിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്ന ആരൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. ലിസ്റ്റ് ആകെ 1.25 വർഷം പോലും ആയില്ല, എന്നിട്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം 20-ലധികം അഡ്വൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. അപ്പൊ ആ തയ്യാറെടുപ്പ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം തന്നെ തയ്യാറെടുക്കുക. അതിനായിട്ട് TechPSC കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ TechPSCയുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഈ കോഴ്സിൽ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, ഫുൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് മെന്റർഷിപ്പ്. ഇനി പരീക്ഷ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ്, പരീക്ഷ തീയതി വരെയും വാലിഡിറ്റി, അത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ്. എന്നോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കുക. ഇനി എക്സാമിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഊർജിതമാക്കുക. അപ്പൊ ഏവർക്കും വിജയാശംസകൾ. താങ്ക് യു.